بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ കേരളത്തിൽ മദ്രസകൾ ആരംഭം കുറിക്കാൻ നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി മതകലാലയങ്ങളിൽ പോകുന്ന അവസരങ്ങളാണ്. വളരെ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രസയിൽ പോകുന്ന മക്കളെ സന്തോഷത്തോടുകൂടി യാത്രയാക്കി അവരെ ദീൻ പഠിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കുന്ന മാതാപിതാക്കൾ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമാറാവട്ടെ. പക്ഷെ ഭൂരിഭാഗം മാതാപിതാക്കളുടെയും ചിന്ത ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഉന്നമനത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ്. വിശുദ്ധമായ ഖുർആനൊന്നും ഓതാൻ അറിയാത്ത, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശർഈയായ നിയമങ്ങൾ അറിയാത്ത ധാരാളം മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ആധുനികമായ ഭ്രമത്തിൽ, ഭൗതികതയുടെ എല്ലാ രീതിയിലുമുള്ള ആധിക്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ രണ്ടാംകിടയായിട്ട് കാണുന്ന ഒരു യുവതലമുറ വളർന്നു വരികയാണ്. ഇവിടെയാണ് മദ്രസയുടെ ഏറ്റവും വലിയ സ്ഥാനം നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ മക്കളിലേക്ക് പകർന്നു നൽകാൻ കേരളക്കരയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ച മദ്രസകൾ അനിവാര്യമാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാൻ മാർഗം സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് തെന്നിമാറുന്ന മാതാപിതാക്കൾ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത് പരിശുദ്ധരായിട്ടാണ്. അവരെ യഹൂദികളാക്കുന്നത്, അവരെ നസ്രാണികളാക്കുന്നത്, അവരെ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചു പോകുന്നവരാവാൻ കാരണക്കാർ ഈ മാതാപിതാക്കൾ തന്നെയാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് മദ്രസയിലേക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാൻ വിടുക. മഹാന്മാര് പറയുന്നുണ്ട്, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് ആ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ്, ആ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബ്, വിശുദ്ധമായ ഖുർആൻ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് കിട്ടുന്ന ഒരു ഇടമാണ് മദ്രസ. ഈ മദ്രസയെ പുറംകാല കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് മക്കളെ ഭൗതികതയുടെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വ്യഗ്രത കൊള്ളുന്ന ആളുകൾ, മഹാനരായ തഴവ ഉസ്താദിന്റെ 2 വരികളൊന്ന് കേട്ടാൽ വളരെ നല്ലതായിരിക്കും. ഭൗതിക വിദ്യ വാഹനം നല്ലതാണടോ, ആത്മീയ വിദ്യയാണ് അതിൻ്റെ ബ്രേക്കടോ. ഒരു ഉമ്മയോടുള്ള കടമ, ഒരു വാപ്പയോടുള്ള കടമ, അയൽവക്കക്കാരോടുള്ള കടമ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്, ഇതെല്ലാം പഠിപ്പിക്കുന്ന ഇടം മദ്രസയല്ലേ സഹോദരങ്ങളെ? ഇവിടെ മക്കളെ പഠിപ്പിക്കാൻ വിടണ്ടേ? വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് കേൾക്കണം. വഫാത്താകാൻ പോകുന്ന സമയം, ഒരു സ്വഹാബി മരിക്കാൻ വേണ്ടി 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം നബിയെ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് യാ റസൂൽ അല്ലാഹ്? ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ ഇൽമു പഠിച്ചുകൊള്ളുക, നീ ദീൻ പഠിച്ചുകൊള്ളുക. ഇൽമു പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കൊടുത്ത സ്ഥാനം വളരെ വലുതാണ്. ദീനിൽ അത് വളരെ വലുതാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നല്ലേ? ഇസ്ലാമിന്റെ ജീവനല്ലേ? ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നമാക്കുന്നത്, അവൻ നല്ല സാംസ്കാരികമായും എല്ലാ നിലയിലും ഒരു മനുഷ്യനായി മാറ്റുന്നതിന് ആത്മീയമായ വിജ്ഞാനം കരഗതമാക്കേണ്ടിയിരിക്കുന്നു, അനിവാര്യമാണ്. നാളെ മദ്രസകൾ ആരംഭിക്കുമ്പോൾ സുന്ദരമായ വസ്ത്രം ഇട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ അക്ഷരനഗരിയിലേക്ക് വരെ പറഞ്ഞു വിടണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം, ലോകാത്ഭുതത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഅ്ജിസത്തിൽ ഇന്നും ലംഘി നിൽക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആരംഭിച്ചത് എങ്ങനെയാണ് സഹോദരങ്ങളെ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്ക്, പഠിക്ക്, ദീൻ പഠിക്ക്, അള്ളാഹുവിന്റെ ഇൽമു പഠിക്ക്. ഭൗതികമായ വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, സ്കൂളിൽ പോകണ്ട എന്നല്ല, കോളേജുകളിൽ പോകണ്ട എന്നല്ല. അവിടെ എല്ലാം പോകുമ്പോൾ ഈ കുട്ടിയെ ഒരു സംസ്കാര സമ്പന്നനാക്കി മാറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ മുഖ്യധാര മദ്രസകളാണ്. അവിടെയുള്ള അധ്യാപകർ ദീനിയായ വിജ്ഞാനങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ശുദ്ധിയാകുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാണ്, അലിഫ് എന്ന അക്ഷരം അവർ പഠിച്ചു തുടങ്ങുമ്പോൾ
അള്ളാ എന്നവർ വിളിച്ചു തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും മരിച്ചു കിടക്കുന്നൊരു നേരമുണ്ടാകും. നമ്മളടുത്ത് നിന്ന് വിറയ്ക്കാതെ ഒന്ന് യാസീൻ ഓതാൻ, നമ്മളടുക്ക് നിന്ന് കൈ ഉയർത്തി ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, നമ്മുടെ ഖബറിന്റെ ചാര വന്ന് വിതുമ്പി ഒന്ന് കരയാൻ ഒരു കുഞ്ഞ് നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ടവരെ. എല്ലാം മുറിഞ്ഞു പോകും. ദുനിയാവിൽ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ എല്ലാം മുറിഞ്ഞു പോകും. ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. ഒന്നാമത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണ്. അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ, അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ, ആ ദുആയുടെ കാരണത്താൽ ആ മാതാപിതാക്കളുടെ ഖബറിലുള്ള സർവ്വ അദാബുകളും അള്ളാഹു നീക്കിക്കളയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തേ ഇത്ര ഗൗരവത്തോടെ ഈ വിഷയം കാണാത്തത്? എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് വരുന്ന അപാകത? എന്താണ്? നാളെ ഖിയാമത്ത് നാളിൽ, വല്ലാഹി സത്യം, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കോടതി നീ നിൽക്കുമ്പോൾ നിസ്കരിക്കാത്തത് എന്താടാ, നീ എന്താ നോമ്പ് പിടിക്കാത്തത്, നീ എന്താ ഖുർആൻ ഓതാത്തത് എന്ന് അള്ളാഹു നമ്മളെ മക്കളോട് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ നേരെ ചൂണ്ടിയിട്ട് പറയും, എന്നെ പഠിപ്പിച്ചില്ല റബ്ബേ, എന്നെ ദീൻ പഠിപ്പിച്ചില്ല റബ്ബേ, എന്നെ വിജ്ഞാനത്തിന് വേണ്ടി വിട്ടില്ല റബ്ബേ. അതുകൊണ്ട് എൻ്റെ ഉമ്മയെ ഉപ്പയെ ഒന്ന് മലർത്തി കിടത്തി തന്നാൽ അവരുടെ പുറത്തു കയറി നിന്നിട്ടാണെങ്കിലും എൻ്റെ കാലിന്റെ ചൂട് ഞാൻ അകറ്റട്ടെ അല്ലാ എന്ന് ഖിയാമത്ത് നാൾ മക്കൾ ഏങ്ങലടിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിലവിളിച്ച് കരഞ്ഞു പറയുമെന്ന് ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ജോലിയും ചെയ്ത്, എല്ലാ അധ്വാനവും നടത്തി, ഗൾഫിലും വിദേശത്തും പോയി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ അശ്രദ്ധരായി പോകരുത്. വലിയ ഇതിനെക്കുറിച്ച് വിശാലമായി പഠിച്ച എല്ലാ കാര്യങ്ങളും മക്കൾക്ക് സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വിഷയത്തെ പഠിച്ച മഹാപണ്ഡിത കേസരികളായ ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഉന്നമനത്തിലെത്തിയ ആളുകൾ പറയുന്നു, എല്ലാ ആവശ്യങ്ങളും മക്കളെ നിറവേറ്റി കൊടുക്കരുത്, അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കരുത്. നെവർ അഗ്രി ഓൾ ഡിമാൻഡ്സ് ഓഫ് ചൈൽഡ്, ഒരു കുട്ടിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു കൊടുക്കരുത്. റിജക്ട് 75% ഓഫ് നീഡ്സ്, ജസ്റ്റ് ഫുൾഫിൽ ഓൺലി 25% ഡിമാൻഡ്സ് ആൻഡ് ടെൽ ഹിം ടു ട്രൈ അച്ചീവ് ഹിസ് നീഡ്സ്. അവരുടെ 75% ആഗ്രഹങ്ങളും നിങ്ങൾ നിരാകരിച്ച് നിർത്തണം, അവരെ നിരുത്സാഹപ്പെടുത്തണമെന്നല്ല. 25% ഒഴിച്ചുകൂടാവാനാത്ത ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്തിട്ട് ബാക്കി അവരോട് നേടിയെടുക്കാൻ പറയണം. ടു അച്ചീവ് അവരോട് പറയണം, നേടിയെടുക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കൊടുക്കുന്നു മക്കൾക്ക്, ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുത്തിട്ട് മക്കളെ വെറും ബഫൂണുകളാക്കി മാറ്റുന്നു, മന്ദബുദ്ധികളായിട്ട് മാറുന്നു. മരിച്ചു കഴിയുമ്പോൾ ഒന്ന് കരയാൻ പോലും കഴിയാത്ത മക്കളായി ഇന്നത്തെ മക്കൾ മാറുന്നു. ഉമ്മയും ഉപ്പയും രോഗിയായിട്ട് കിടക്കുമ്പോൾ മുഖവേണ്ടി ഫേസ്ബുക്കിലും വാട്സപ്പിലും മക്കൾ അഭിരമിക്കുന്നു. എന്താ കാരണം? ഉമ്മയെക്കുറിച്ച് അറിയില്ല. അൽ ജന്നത്തു തഹത അഖ്ദാം, ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിലാണ് മോനെ സ്വർഗമെന്നൊരു ഗുരുനാഥന്റെ മുന്നിൽ നിന്ന് ആ കുട്ടി പഠിച്ചിട്ടില്ല. സഹോദരങ്ങളെ, പഠിപ്പിക്കണം നമ്മളെ മക്കൾ ആരാണ് അള്ളാഹ്, ആരാണ് മുഹമ്മദ് മുസ്തഫ, എന്താണ് ദീൻ. മതത്തിൽ നിന്ന് ഭ്രഷ്ട് സംഭവിച്ച് എല്ലാ വിജ്ഞാനങ്ങളും കരഗതമാക്കിയിട്ടും മതകലാലയങ്ങൾ പഠിച്ചിട്ടും മതം പുറംകാല കൊണ്ട് ചവിട്ടിയേറിയുന്നൊരു കാലഘട്ടത്തിന്റെ മുന്നിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദുആ ചെയ്യണം. എൻ്റെ മക്കൾക്ക് ഹിദായത്ത് നൽകണം അല്ലാഹ്, അവരെ നല്ല സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്, ഈമാനോട് കൂടി മരിപ്പിക്കണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാതെ ഒരു രക്ഷയും നമുക്കില്ല. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.